ഹലോ കുട്ടികളെ, എല്ലാവർക്കും അപ്ഡൗട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. SSLC ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് നിങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. നാളെ നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോവുകയാണ്. ഈ ഘട്ടത്തിൽ എക്സാം ഹാളിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അതായത് ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് മാക്സിമം മാർക്ക് വാങ്ങാൻ ഉള്ള ചില ടിപ്സാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഇതേപോലെയൊക്കെ നിങ്ങൾ എക്സാം ഹാളിൽ ചെയ്ത് നോക്കുക. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എഫക്റ്റീവ് ആണെന്ന് നിങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ SSLC വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം എല്ലാ സബ്ജക്റ്റുകളുമായി ബന്ധപ്പെട്ട് ഇതേപോലെ നിരവധി ഉപകാരപ്രദമായ വീഡിയോകൾ ഈ ചാനലിലൂടെ വന്നുകൊണ്ടേയിരിക്കും. സോ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇംഗ്ലീഷ് പരീക്ഷ 80 മാർക്കിലാണ്. അതിൽ ഏറ്റവും കുറഞ്ഞത് 70 മാർക്കെങ്കിലും വേണം നിങ്ങൾക്ക് A+ കിട്ടാൻ. സോ ഒരു മാർക്ക് പോലും നഷ്ടപ്പെടാതെ A+ എത്താനാണ് എല്ലാ കുട്ടികളും ആഗ്രഹിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് അതിന് ചെയ്യേണ്ടതെന്ന് നോക്കാം. 2.5 മണിക്കൂറാണല്ലോ ഇംഗ്ലീഷ് പരീക്ഷ. അതിനും 15 മിനിറ്റ് മുമ്പേ, അതായത് കൂൾ ഓഫ് ടൈം ഒരു 15 മിനിറ്റ് നിങ്ങൾക്ക് ലഭിക്കും. 2.5 മണിക്കൂറാണെങ്കിലും മുമ്പേ ഒരു 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം കിട്ടും. ഈ കൂൾ ഓഫ് ടൈം ഏറ്റവും കൃത്യമായിട്ട് ഉപയോഗിക്കേണ്ട ഒരു എക്സാം ഇംഗ്ലീഷ് പരീക്ഷയാണ്. കാരണം ആ കൂൾ ഓഫ് ടൈമിൽ തന്നെ നിങ്ങൾക്ക് ഒരു 15 മാർക്കിൻ്റെ ഉത്തരങ്ങൾ കണ്ടെത്താൻ ഈസി ആയിട്ട് കഴിയും. മറ്റ് സബ്ജക്റ്റുകളിലൊക്കെ നിങ്ങൾ കൂൾ ഓഫ് ടൈം കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ എല്ലാ ചോദ്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് നോക്കുന്നൊക്കെ ഉണ്ടോ. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ നിങ്ങൾ ഏറ്റവും നല്ലത് ഈ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം റീഡിംഗ് പാസേജ് എന്ന ആദ്യം വരുന്ന ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കേണ്ടത്. നിങ്ങൾക്കറിയാം, റീഡിംഗ് പാസേജ് ടെക്സ്റ്റ് ബുക്കിൽ നിന്നൊരു പാരഗ്രാഫ് കൊടുക്കും, അവിടെ നിന്നൊരു 5 ചോദ്യങ്ങൾ. പിന്നെ ടെക്സ്റ്റ് ബുക്കിലെ ഒരു പോയം കൊടുക്കും, അതിൽ നിന്നും 5 ചോദ്യങ്ങൾ. പിന്നെ പുറത്ത് നിന്നും, അതായത് ടെക്സ്റ്റ് ബുക്കിലല്ലാതെ പുറത്ത് നിന്നുള്ളൊരു പാരഗ്രാഫ് കൊടുക്കും, അവിടെ നിന്നും 5 ചോദ്യങ്ങൾ. അങ്ങനെ 15 മാർക്ക് ചോദ്യങ്ങൾ ഈ റീഡിംഗ് സെഷനിൽ തന്നെയാണുള്ളത്. ഈ ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്താനാണ് നിങ്ങൾ ആദ്യം ശ്രമിക്കേണ്ടത്. അതിൽ ആദ്യം നിങ്ങൾ ഉത്തരം കണ്ടെത്തേണ്ടത് പുറത്ത് നിന്നും വരുന്ന, അതായത് ടെക്സ്റ്റ് ബുക്കിലല്ലാതെ പുറത്ത് നിന്നും വരുന്ന ഒരു പാരഗ്രാഫ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ ഉത്തരങ്ങളാണ് ആദ്യം കണ്ടെത്തുന്നത്. കാരണം ആ പാരഗ്രാഫ് പൂർണ്ണമായിട്ടും 1-2 തവണ അല്ലെങ്കിൽ ഒരു തവണയെങ്കിലും നന്നായി വായിച്ച് ചോദ്യങ്ങളെല്ലാം നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിയൂ. സോ അത് ആദ്യം കണ്ടെത്താനാണ് നിങ്ങൾ നോക്കേണ്ടത്. ഈ ഒരു കൂൾ ഓഫ് ടൈമിൽ ആദ്യത്തെ കുറച്ച് സമയം കൊണ്ട് തന്നെ പാരഗ്രാഫ് വായിച്ച് അതിൻ്റെ ഉത്തരങ്ങൾ കണ്ടെത്തി നിങ്ങൾ കൃത്യമായിട്ട് വെക്കണം. നിങ്ങൾക്കപ്പോൾ ഉത്തര പേപ്പർ ഒന്നും എഴുതാൻ കഴിയില്ലെന്ന് എനിക്കറിയാം, പക്ഷേ ഉത്തരങ്ങൾ നിങ്ങൾ ആദ്യം അൺഫെമിലിയർ പാസേജിൻ്റെത് കണ്ടെത്തി വെക്കുക. പിന്നീട് ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ഒരു പാരഗ്രാഫും അതിൻ്റെ കുറേ ചോദ്യങ്ങളുള്ള ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ ഉള്ളത്. പിന്നീട് നിങ്ങൾ അതാണ് കണ്ടെത്തേണ്ടത്. അത് കണ്ടെത്താൻ നിങ്ങൾക്ക് നല്ലൊരു മാർഗം പറഞ്ഞു തരാം. നിങ്ങൾക്ക് എല്ലാ പാഠഭാഗങ്ങളും ഒരു റൗണ്ടെങ്കിലും വായിക്കാൻ ഇനിയും സമയമുണ്ടെങ്കിൽ വായിക്കുക. അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് എല്ലാ ചാപ്റ്ററിലെയും പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ കൃത്യമായിട്ട് ഓർമ്മയുണ്ട് എങ്കിൽ ഒരു പ്രശ്നവുമില്ല. കാരണം ടെക്സ്റ്റ് ബുക്കിലെ പാരഗ്രാഫ് ആയതുകൊണ്ട് തന്നെ ആ പാരഗ്രാഫിന് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ കണ്ടാൽ പാരഗ്രാഫ് വായിക്കാതെ തന്നെ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിയും. കാരണം നിങ്ങൾക്ക് അറിയാവുന്ന കുറേ സംഭവങ്ങളായിരിക്കും മിക്ക പാഠത്തുനിന്നുണ്ടാവുക. ടെക്സ്റ്റ് ബുക്ക് റൗണ്ട് വായിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതാം. ഇനി അഥവാ വായിക്കാൻ കിട്ടിയിട്ടില്ലെങ്കിലും സംഭവങ്ങൾ ഓർമ്മയുണ്ടായാൽ മതി. നല്ല ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നതിനാണ്. ഉദാഹരണത്തിന് മാർത്ത നമ്മുടെ ബാഡ്മിൻ്റൺ കോർട്ടിലേക്ക് പോകുമ്പോൾ അവളോട് ജേഴ്സി എടുക്കാൻ മറന്നിട്ട് അവൾ തിരിച്ച് ക്ലാസ് റൂമിലേക്ക് പോവുകയും അവിടെ വെച്ച് തൻ്റെ 2 ടീച്ചേഴ്സ് തമ്മിലൊരു കോൺവെർസേഷൻ കേൾക്കുകയും ചെയ്യുന്ന ആ ഒരു സംഭവമുള്ളൊരു പാരഗ്രാഫ് ഉണ്ടല്ലോ, ആ പാരഗ്രാഫാണ് നിങ്ങൾക്ക് എക്സാമിന് വന്നെന്ന് കരുതുക, എക്സാമ്പിൾ. അപ്പം അതിനെ ബേസ് ചെയ്തിട്ട് താഴെ ഒരു ചോദ്യം വരുന്നു, വൈ ഡിഡ് മാർത്ത ഗോ ബാക്ക് ടു ഹർ ക്ലാസ് റൂം? നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം, എന്തിന് മാർത്ത തിരിച്ച് ക്ലാസ് റൂമിലേക്ക് പോയി? നിങ്ങൾക്ക് പാരഗ്രാഫ് വായിക്കാതെ തന്നെ ഉത്തരം എഴുതാൻ കഴിയില്ലേ? എന്തിനാ? അവൾ ടു ടേക്ക് ഹെർ ജേഴ്സി, അവളെ ജേഴ്സി എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. ആരൊക്കെ തമ്മിലായിരുന്നു അവിടെ ആർഗ്യുമെൻറ്റ് നടന്നത്? അങ്ങനെ ചോദ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം മിസ്റ്റർ സ്മിത്തും ബോണിയും തമ്മിലായിരുന്നു അവിടെ ആർഗ്യുമെൻറ്റ് നടന്നതെന്ന്. ഇതൊന്നും ആ പാരഗ്രാഫ് വായിക്കാതെ തന്നെ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റിയ കാര്യങ്ങളല്ലേ? യെസ്. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? ടെക്സ്റ്റ് ബുക്കിലെ പാരഗ്രാഫാണ് നിങ്ങൾ ഉത്തരം എഴുതാൻ അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നെങ്കിൽ ആദ്യം ആ ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കുക. ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ അതിൽ കുറേ ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടും, പാരഗ്രാഫ് വായിക്കാതെ തന്നെ. ഇതിൽ ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഉത്തരം പാരഗ്രാഫ് വായിച്ചിട്ടേ കിട്ടേണ്ടതുള്ളൂ എങ്കിൽ ആ ഉത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ പാരഗ്രാഫ് വായിച്ചാൽ മതി. പിന്നെ സ്പെല്ലിംഗ് തെറ്റിപ്പോകാതിരിക്കാനും ഗ്രാമാറ്റിക്കൽ എറർ വരാതിരിക്കാനും ഒക്കെ നിങ്ങൾക്ക് ആ പാരഗ്രാഫ് ഒന്നുകൂടെ നോക്കിയിട്ട് ഇങ്ങോട്ട് കറക്റ്റ് ഉത്തരം എഴുതാവുന്നേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ പാരഗ്രാഫ് വായിക്കേണ്ട ആവശ്യമൊന്നും ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾക്കില്ല. നിങ്ങൾക്ക് കൃത്യമായിട്ട് പാഠഭാഗത്തിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ട് എങ്കിൽ മാത്രം. ഓക്കെ, അതിനാണ് പറ്റിയാൽ ടെക്സ്റ്റ് ബുക്കും പാഠഭാഗങ്ങളൊക്കെ ഒന്നും കൂടി നോക്കി പോകുന്നത് നല്ലതാണ് എന്ന് ഞാൻ പറയുന്നത്. റീഡിംഗ് പോയവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ആകെ 5 പോയംസ് മാത്രമേ ഉള്ളൂ. 5 പോയംസും കൃത്യമായിട്ട് വായിക്കുക. എല്ലാ സൈഡ് ക്വസ്റ്റ്യൻസിനും ഉത്തരങ്ങൾ നോക്കുക. മാത്രമല്ല അതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊക്കെ എടുത്ത് നോക്കുക. എല്ലാത്തിൻ്റെയും റൈം സ്കീമും അതിൽ അലിട്രേഷനോ ഹൈപ്പർബലിയോ അല്ലെങ്കിൽ പേഴ്സണിഫിക്കേഷനോ അങ്ങനെയുള്ള ഏതെങ്കിലും പോയറ്റിക് ഡിവൈസ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് നോക്കി വെക്കുക. കാരണം നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ആ ചോദ്യങ്ങളുടെ ഉത്തരം, റീഡിംഗ് പോയം എന്ന ചോദ്യങ്ങളുടെ ഉത്തരം എഴുതാൻ കഴിയും. അപ്പോൾ കൃത്യമായിട്ട് ആദ്യത്തെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഈ റീഡിംഗ് സെഷൻ്റെ ഉത്തരങ്ങൾ കണ്ടെത്താനായിരിക്കണം. ഈസി ആയിട്ട് മാർക്ക് കിട്ടും. കാരണം ഇംഗ്ലീഷ് പരീക്ഷയിൽ സമയം നിങ്ങൾക്കൊരു പ്രശ്നമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ. പിന്നീട് പരീക്ഷ എഴുതി തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും ആദ്യം എന്ത് ചെയ്യുക?
ഈ റീഡിങ് സെഷനിലെ ചോദ്യങ്ങളുടെ ഉത്തരമൊക്കെ വേഗം എഴുതി തീർക്കുക. മാക്സിമം വേഗം അത് എഴുതി തീർക്കുക. ഏറ്റവും കൂടുതൽ സമയം സാധാരണ കുട്ടികൾ ചിലവഴിക്കാറുള്ള ഇതിന് വേണ്ടിയിട്ടാണ്. ഇത് വായിച്ച് അങ്ങനെ ഇരിക്കും, ഇത് വായിച്ച് ഉത്തരം കണ്ടെത്താൽ അങ്ങനെ ഇരിക്കും. അത് ഒരുപാട് സമയം എടുക്കുമ്പോൾ നമുക്ക് പിന്നീട് 5 മാർക്കിൻ്റെയും 6 മാർക്കിൻ്റെയും 7 മാർക്കിൻ്റെയും ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനായിട്ട് ഗ്രാമർ സെഷൻ ഉണ്ട്. ഇതൊക്കെ ചെയ്യാനുള്ള സമയമാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൂൾ ഓഫ് ടൈമിൽ തന്നെ ഈ ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്താനാണ് നിങ്ങൾ ഏറ്റവും ആദ്യം ശ്രമിക്കേണ്ടതും ഏറ്റവും വേഗത്തിൽ നിങ്ങൾ എഴുതി തീർക്കേണ്ടതും. കൃത്യമായിട്ട് എഴുതി തീർത്താൽ നിങ്ങൾക്ക് 15 മാർക്ക് കിട്ടും. പിന്നെ ആൻസർ ഫുള്ള് വിശദീകരിച്ച് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ വൈ ഡിഡ് മാർത്ത ഗോ ടു ക്ലാസ് റൂം എഗെയിൻ? അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ എങ്ങനെ എഴുതും? മാർത്ത വെൻ ടു ക്ലാസ് റൂം എഗെയിൻ ടു ടേക്ക് ഹെർ ജേഴ്സി. അങ്ങനെ ഫുള്ളായിട്ടൊന്നും നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആൻസർ മാത്രം ടു ടേക്ക് ഹെർ ജേഴ്സി എന്ന് മാത്രം എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇനി സമയമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മൊത്തമായിട്ട് അങ്ങ് എഴുതിയാൽ മതി. ഓക്കെ, അങ്ങനെ ഈ റീഡിംഗ് പാസേജ് എന്ന് പറയുന്ന ഏരിയ കഴിഞ്ഞാൽ അപ്രീസിയേഷൻ ഒരു ചോദ്യം വരും. അപ്രീസിയേഷൻ നിങ്ങൾക്കറിയാം 5 അപ്രീസിയേഷൻസാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ആ അപ്രീസിയേഷൻ നിങ്ങൾക്ക് പറ്റിയാൽ 5ഉം ബൈഹാർട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. ബൈഹാർട്ട് ഞാൻ പറയുന്നില്ല, കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. ഇൻ കേസ് അങ്ങനെ നിങ്ങൾക്ക് എല്ലാ അപ്രീസിയേഷനും പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഏറ്റവും കുറഞ്ഞത് നിങ്ങൾ ആ പോയത്തിൻ്റെ തീം ഒരു 3-4 വരിയിലെങ്കിലും മനസ്സിൽ കണ്ടുവെക്കണം, മനസ്സിൽ ഓർത്തു വെക്കണം. അങ്ങനെ ചോദ്യം വന്നു കഴിഞ്ഞാൽ ഈ പോയം എഴുതിയത് ആരാണ് എന്നും ഏതാണ് പോയം എന്നും വളരെ കൃത്യമായിട്ട് നിങ്ങൾ ആദ്യം പറയണം. ദിസ് ലൈൻസ് ആർ ടേക്കൺ ഫ്രം ദിസ് പോയം റിട്ടൺ ബൈ ദിസ് മാൻ. അത് ആദ്യം നിങ്ങൾ എഴുതുക. ആരാണ് ആ പോയം എഴുതിയത്, ഏതാണ് ആ പോയം, ആരാണ് ആ പോയം എഴുതിയത്. പിന്നീട് അതിൻ്റെ തീം കൃത്യമായിട്ട് എഴുതി വെക്കുക. പിന്നെ എല്ലാ പോയത്തിലും ഏതെങ്കിലുമൊക്കെ പോയറ്റിക് ഡിവൈസുകൾ ഉണ്ടാവും. പേഴ്സണിഫിക്കേഷനോ അതേപോലെ ഹലിട്രേഷനോ സിമിലിയോ അങ്ങനെ എന്തെങ്കിലും മെറ്റഫറോ ഒക്കെ ഉണ്ടാവും. വിഷ്വൽ ഇമേജ് ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ നോക്കി വെച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ അപ്രീസിയേഷനിൽ എന്ത് ചെയ്യാം? ഇൻ എ ലൈൻ ദ മാൻ കുറേ ലൈൻസ് ഉണ്ട്, ഞാനത് മെൻഷൻ ചെയ്യുന്നില്ല. അതിലേതെങ്കിലും ഒരു ലൈൻ എടുത്തിട്ട് നമ്മൾ ഇങ്ങോട്ട് എഴുതുന്നു. എന്നിട്ട് അതിൽ ഇന്ന പോയറ്റിക് ഡിവൈസ് ഉപയോഗിച്ചിരിക്കുന്നു എന്നൊക്കെ മെൻഷൻ ചെയ്യുക. റൈം സ്കീം ഇന്നതാണെന്നൊക്കെ മെൻഷൻ ചെയ്യുക. റൈമിംഗ് വേർഡ്സ് ഇന്നതാണെന്നൊക്കെ മെൻഷൻ ചെയ്ത് വെക്കുക. അങ്ങനെ എല്ലാം കൂടി നിങ്ങൾക്ക് അഥവാ പ്രിസേഷൻ ഓർമ്മയില്ലെങ്കിലും ഇങ്ങനെയൊക്കെ എഴുതി വെച്ചാലും നിങ്ങൾക്ക് കുഴപ്പമില്ലാത്തൊരു മാർക്ക് അതിന് കിട്ടും. മാക്സിമം നല്ല കാര്യം, അല്ലെങ്കിൽ ഏറ്റവും നല്ല കാര്യം നിങ്ങൾ പരമാവധി ലിറ്ററേഷൻ പഠിച്ചിട്ട് പോകുന്നതാണ് എന്ന് മനസ്സിലാവുക. കാരണം 6 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്ക് കിട്ടേണ്ടതാണ്. ആ 5 അപ്രീസിയേഷനെ പഠിക്കാനുള്ളൂ. അത് പഠിച്ചാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആ 5 മാർക്ക് കിട്ടും. പിന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട റൈറ്റിംഗ് സെഷൻ വരുന്നത്. ഈ റൈറ്റിംഗ് സെഷൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഒരുപാട് എഴുതാനുണ്ടാവും. 5 മാർക്കിന് ചോദ്യങ്ങൾ, 6 മാർക്കിന് ചോദ്യങ്ങൾ, 7 മാർക്കിന് ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ഓരോ ചോദ്യത്തിനും അതിനാവശ്യമുള്ള ഉത്തരം മാത്രം എഴുതിയാൽ മതി. 5 മാർക്കിന് ചോദ്യമാണെങ്കിൽ നിങ്ങൾക്കൊരു പാരഗ്രാഫ് അല്ലെങ്കിൽ ഒരു പേജിൻ്റെ ഒരു പേപ്പറിൻ്റെ ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. ഇപ്പം ഇതൊരു ഇംഗ്ലീഷ് പേപ്പറാണ്. ഈ ഇംഗ്ലീഷ് പേപ്പറിൻ്റെ ഈ ഒരു സൈഡിൻ്റെ ഒരു പകുതിയിൽ കുറച്ചധികമോ ഒക്കെ മതിയാവും 5 മാർക്കിന്. ഒരു പകുതിയിൽ കുറച്ചധികമൊക്കെ മാക്സിമം മതി നിങ്ങൾക്ക് 5 മാർക്കിന് എഴുതാൻ. ഇനി 6 മാർക്കാണെങ്കിൽ ഈ ഒരു സൈഡ് മൊത്തം എഴുതി കഴിഞ്ഞാൽ ഏകദേശം 6 മാർക്കിനുള്ളത്. എന്നിട്ട് നിങ്ങൾക്ക് സമാധാനമില്ലെങ്കിൽ മറ്റേ സൈഡിൽ കുറച്ച് ഭാഗം കൂടി എഴുതാം. ഇനി 7 മാർക്കിന് ചോദ്യമാണെങ്കിൽ ഈ ഒരു സൈഡ് മൊത്തവും മറ്റേ സൈഡിൻ്റെ പകുതിയും ഒക്കെ ധാരാളം മതിയാവും. അതല്ലാതെ ഒരുപാട് നിങ്ങൾ നീട്ടി വലിച്ച് എഴുതി കഴിഞ്ഞാൽ അവസാനത്തേക്ക് നിങ്ങൾക്ക് ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം എഴുതാൻ കഴിയില്ല. പിന്നെ റൈറ്റപ്പ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യം ഏത് ചാപ്റ്ററിൽ നിന്നാണോ റൈറ്റപ്പ് ചോദിക്കുന്നത് ആ പാഠഭാഗത്തിലെ പോയിൻറ്റ്സ് കൃത്യമായിട്ട് എഴുതണം. പല കുട്ടികൾക്ക് തെറ്റിദ്ധാരണയുണ്ട്. റൈറ്റപ്പ് എന്ന് വെച്ചാൽ അവനവൻ്റെ അഭിപ്രായം എഴുതി വെക്കുകയാണെന്നാണ്. അങ്ങനെയല്ല, നിങ്ങളുടെ അഭിപ്രായത്തോടൊപ്പം പാഠഭാഗത്തിലെ പോയിൻറ്റുകൾ അതിലേക്ക് ഉൾപ്പെടുത്തണം. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എല്ലാ പാഠങ്ങളിലെയും സമ്മറി ഓർമ്മയുണ്ടെങ്കിൽ റൈറ്റപ്പ് എഴുതാൻ യാതൊരു പ്രയാസവും വരില്ല എന്ന് മനസ്സിലാക്കുക. അതേപോലെ പിന്നീട് നറേഷൻ വരുമ്പോൾ നറേഷനിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ തെറ്റിക്കുന്ന ഒരു കാര്യം, നറേഷൻ ആരുടേതാണ് നറേഷൻ ചോദിക്കുക. ഇപ്പോൾ മാർത്തയുടെ ചാപ്റ്ററിൽ നിന്നൊരു നറേഷൻ വരുന്നു. ഇപ്പോൾ ചോദ്യം എങ്ങനെയാണ്? മാർത്ത നറേറ്റ്സ് ഹെർ സ്റ്റോറി ടു ഹെർ സിസ്റ്റർ. മാർത്ത തൻ്റെ കഥ തൻ്റെ സിസ്റ്ററിനോട് പറയുന്നതാണെങ്കിൽ അത് മാർത്ത കഥ പറയുന്ന പോലെ എഴുതണം. I was studying in Summa Texas School. One day I heard a conversation between my teachers. ഞാൻ എൻ്റെ ടീച്ചേഴ്സ് നമ്മളൊരു കോൺവെർസേഷൻ കേട്ടു. ഞാൻ ടെക്സാസ് സ്കൂളിൽ പഠിക്കുകയായിരുന്നു എന്ന് വേണം എഴുതാൻ. ഇനി അതേസമയം നമ്മളോടോ അല്ലെങ്കിൽ പുറത്തുള്ള മറ്റാരോടെങ്കിലും ഒരാളോടോ മാർത്തയുടെ കഥ നറേറ്റ് പറയുന്നതെങ്കിൽ നേരെ തിരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയണം. മാർത്ത വാസ് സ്റ്റഡിയിങ് ഇൻ സ്മോൾ ടെക്സാസ് സ്കൂൾ. വൺ ഡേ മാർത്ത ഹേർഡ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ഹർ ടീച്ചേഴ്സ് എന്ന് പറയണം. അപ്പോൾ ആരുടെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് നറേഷൻ എന്ന് നിങ്ങൾ ഇതേപോലെ നോക്കണം. അല്ലെങ്കിൽ കുട്ടികൾക്ക് മാർക്ക് തീർച്ചയായിട്ടും പോകാൻ സാധ്യതയുണ്ട്. നോട്ടീസ്, പ്രൊഫൈൽ, ഇതിൻ്റെ കൃത്യമായിട്ടുള്ള പാറ്റേൺ പഠിച്ചു വെക്കുക. എങ്ങനെ പ്രൊഫൈൽ എഴുതണമെന്നും എങ്ങനെ നോട്ടീസ് തയ്യാറാക്കണമെന്നും കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം മക്കളെ. കാരണം
ഇത് രണ്ടും പാഠപുസ്തകത്തിലെ ഒരു പോയിന്റ് പോലും നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിലും 5 മാർക്ക് പ്രൊഫൈലിനും 5 മാർക്ക് നോട്ടീസിനും നേടാൻ കഴിയും. എങ്ങനെയാണ് എഴുതേണ്ടത് എന്നൊന്ന് പഠിച്ചാൽ മാത്രം മതി. നിങ്ങളതിനെ ഹെൽപ്പ് ചെയ്യുന്നൊരു വീഡിയോ ഞാൻ വേണമെങ്കിൽ പിന്നെ ചെയ്ത് വെക്കാം. അതിലുണ്ട് എങ്ങനെയാണ് നോട്ടീസെന്നും എങ്ങനെയാണ് പ്രൊഫൈലെന്നും ഒക്കെ. കാരണം ഈസി ആയിട്ട് 10 മാർക്ക് കിട്ടാവുന്ന ഒന്നാണ് നോട്ടീസും പ്രൊഫൈലും എന്ന് പറയുന്നത്. പിന്നെ എല്ലാ തരത്തിലുള്ള ഡിസ്കോഴ്സുകളുടെയും ഫോർമാറ്റ് കൃത്യമായിട്ട് ഓർമ്മ വേണം. ലെറ്റർ എങ്ങനെ എഴുതാം, ഡയറി എങ്ങനെ എഴുതാം, നോട്ടീസ് എങ്ങനെ എഴുതാം, സ്പീച്ച് എങ്ങനെ, ന്യൂസ് റിപ്പോർട്ട് എങ്ങനെ, നറേഷൻ എങ്ങനെ, കൃത്യമായിട്ട് അതിൻ്റെ ഫോർമാറ്റ് നിങ്ങൾക്ക് ഓർമ്മ വേണം. എല്ലാ പാഠത്തിൻ്റെയും സമ്മറിയും നിങ്ങളുടെ മൈൻഡിൽ വേണം. ഏതെങ്കിലും കാരണവശാൽ ഒരു ലെറ്ററിനോ ഒരു നറേഷനോ ഒന്നും നിങ്ങൾക്ക് കൃത്യമായ ഉത്തരം അറിയില്ലെങ്കിൽ ആ ഫോർമാറ്റിൽ കാര്യങ്ങളൊക്കെ ആരംഭിക്കുക. ലെറ്റർ ആണെങ്കിൽ ഹോപ്പ് യു ആർ ഫൈൻ ദെയർ, ആ രീതിയിലുള്ള ഐ ആം ഡൂയിങ് ഫൈൻ ഹിയർ എന്നൊക്കെ പറഞ്ഞൊരു കത്ത് തുടങ്ങുന്ന പോലെ ഡിയർ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയ ശേഷം ആദ്യം അങ്ങനെ 2-3 ലൈനുകൾ എഴുതി ബാക്കി നിങ്ങൾ ആ സമ്മറി എഴുതിയാലും കുഴപ്പമില്ല. പക്ഷേ എപ്പം മാത്രം നിങ്ങൾക്ക് ആ ഉത്തരം അറിയില്ലെങ്കിൽ മാത്രം, ഉത്തരം അറിയെങ്കിൽ നിങ്ങൾ നന്നായിട്ട് തന്നെ എഴുതണം. കാരണം സമ്മറി എഴുതുമ്പോൾ അതിൻ്റെ റിസ്ക് ഉണ്ട്, മാർക്ക് ചിലപ്പോൾ കുറച്ച് കുറയും. ജസ്റ്റ് സമ്മറി എഴുതി വെക്കുകയല്ല ഉദ്ദേശിച്ചത്. ആ ലെറ്റർ എഴുതുമ്പോൾ അത് ലെറ്ററിൻ്റെ രൂപത്തിൽ ആ പാഠഭാഗത്തിൻ്റെ കണ്ടൻറ്റും കാര്യങ്ങളും എഴുതി വെക്കുകയാണ് വേണ്ടത്, കൃത്യമായി ചോദ്യം മനസ്സിലാക്കിയിട്ട്. ഏറ്റവും നല്ലത് ലെറ്റർ കൃത്യമായിട്ട് എഴുതുന്നതാണ്. ഒരു രക്ഷയുമില്ലെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ സമ്മറിയുടെ പരിപാടി ഉപയോഗിക്കാവൂ. കൃത്യമായിട്ട് കഥ അവസാനിപ്പിക്കുകയും ചെയ്യണം. ഓക്കെ, ഒരു രക്ഷയില്ലെങ്കിൽ മാത്രമേ നിങ്ങൾ അങ്ങനെ ചെയ്യാവൂ. ഒന്നും എഴുതാതെ പോകരുത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു ഡിസ്കോഴ്സ് പോലും നിങ്ങൾ അറ്റൻഡ് ചെയ്യാതെ പോകരുത്. എല്ലാ ഡിസ്കോഴ്സ് ചോദ്യങ്ങൾക്കും എന്തെങ്കിലും ഉത്തരം നിങ്ങൾ ആ ഫോർമാറ്റും അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു ഉത്തരം, നിങ്ങൾക്ക് ഒന്നും അറിയില്ലെങ്കിൽ പോലും എന്തെങ്കിലും ഒരു ഉത്തരം നിങ്ങൾ എഴുതിയിട്ടുണ്ടാവണം. കാരണം ഒരു ഡിസ്കോഴ്സ് നിങ്ങൾ എഴുതാതെ വിട്ടാൽ 5 മാർക്കായിരിക്കും ഏറ്റവും കുറഞ്ഞത് നിങ്ങൾക്ക് നഷ്ടപ്പെടുക. മറിച്ച് നിങ്ങൾ അതിൽ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒന്നും അറിയാത്തതാണെങ്കിൽ പോലും നിങ്ങൾ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2-3 മാർക്ക് വരെയെങ്കിലും അതിന് കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഒരു കാരണവശാലും എഴുതാതെ പോരരുത്. ഓക്കെ, പല കുട്ടികളും അങ്ങനെ ചെയ്യാറുണ്ട്. സമയമില്ലാത്തതുകൊണ്ടൊക്കെ. സമയമില്ലെങ്കിൽ പോലും അവസാനത്തെ 1 മിനിറ്റ് എഴുതുമ്പോഴും ആ 1 മിനിറ്റ് കൊണ്ട് 4 വരിയെങ്കിൽ 4 വരി ആ ഡിസ്കോഴ്സ് അതിൻ്റെ ഫോർമാറ്റിൽ നിങ്ങൾ എഴുതി വെച്ചേക്കണം. അല്ലാതെ ഒരു ഡിസ്കോഴ്സ് പോലും നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല. അതും കൃത്യമായിട്ട് മനസ്സിലാക്കുക. പിന്നെയുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ലാസ്റ്റ് ഗ്രാമറാണ്. അവിടെ നമുക്ക് ഒരു ട്രിക്കും ഒരു ടിപ്പും അവിടെ വർക്കാവില്ല. ഗ്രാമറിന് നിങ്ങൾ പഠിച്ചേ പറ്റൂ. ഗ്രാമർ ചോദ്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. അല്ലാതെ നിങ്ങൾക്ക് ഗ്രാമർ അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല. മിക്കപ്പോഴും ഗ്രാമർ സിമ്പിളായിട്ടാണ് വരിക. അല്ലാതെ ഗ്രാമർ നമുക്കൊരു ടിപ്പും ഇവിടെ പറഞ്ഞു തരാനില്ല. ഉത്തരമായിട്ട് എഴുതുക. പിന്നെ അവിടെ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്, നിങ്ങൾക്കിപ്പം എഡിറ്റിങ്ങിൻ്റെയും ഫിൽ ഇൻ ദി ബ്ലാങ്ക്സിൻ്റെയൊക്കെ ചോദ്യം വരുന്ന സമയത്ത്, അല്ലെങ്കിൽ കംപ്ലീറ്റ് ദി കോൺവെർസേഷനൊക്കെ ചോദ്യം വരുന്ന സമയത്ത് എഡിറ്റിങ്ങിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ബോൾഡായിട്ട് ചെയ്തിട്ടുണ്ടാവും. അവിടെ ABCD എന്ന് കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൻസർ നിങ്ങൾ ABCD എന്നിട്ട് അതിൻ്റെ ആൻസർ മാത്രം, ആ വേർഡ് മാത്രം ആൻസർ ആയിട്ട് എഴുതിയാൽ മതി. ഉദാഹരണത്തിന് വെൻറ്റ് എന്നുള്ള വേർഡ് തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നു, വെൻറ്റ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നു, അവിടെ A എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വെൻറ്റിന് വരെ ഗോയാണ് ഉത്തരമെങ്കിൽ A എന്ന് എഴുതി ഗോ എന്ന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. എന്നാൽ അതേസമയം ABCD എന്നൊന്നും എവിടെയും കൊടുത്തിട്ടില്ല, ജസ്റ്റ് പാരഗ്രാഫ് കൊടുത്തു, ബോൾഡായിട്ട് മിസ്റ്റേക്ക് ഉള്ള വേർഡ്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ എങ്കിൽ ആ പാരഗ്രാഫ് നിങ്ങൾ അതേപോലെ നോട്ട്ബുക്കിൽ ആൻസർ പേപ്പറിലേക്ക് എഴുതേണ്ടി വരും. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, എവിടെയൊക്കെയാണോ കറക്റ്റ് ആൻസർ നിങ്ങൾ എഴുതിയത്, എവിടെയൊക്കെയാണോ നിങ്ങൾ എഡിറ്റിങ്ങിൽ തിരുത്തിയത്, അവിടെയെല്ലാം നിങ്ങൾ അണ്ടർലൈൻ ചെയ്തിരിക്കണം. കൃത്യമായിട്ട് നിങ്ങൾ അണ്ടർലൈൻ ചെയ്തിരിക്കണം. അത് അവിടെ മാത്രമല്ല, ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ്, ഈ ഓൺ, ഇൻ, ഓഫ് പോലെ പ്രൊപ്പോർഷൻ ചേർക്കേണ്ട ആൻസറുകൾ വരുന്നത് ഇത് തന്നെ. ABCD എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ Aയും Bയും Cയും Dയും ഇട്ടിട്ട് നിങ്ങൾ ആൻസർ എഴുതിയാൽ മതി. ഇല്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, വളരെ കൃത്യമായിട്ട് ആ ആൻസർ എഴുതുമ്പോൾ അണ്ടർലൈൻ ചെയ്യണം. അല്ലാതെ ABCD കൊടുത്തിട്ടുണ്ടെങ്കിൽ ABCD ഇട്ട് മാത്രം നിങ്ങൾ ഉത്തരം എഴുതുക, പാരഗ്രാഫ് മൊത്തം എഴുതാൻ പോകരുത്. കാരണം നിങ്ങൾക്ക് വലിയ സമയം അതുകൊണ്ട് നഷ്ടപ്പെടും. അതില്ലെങ്കിൽ മാത്രമേ നിങ്ങൾ ആ പാരഗ്രാഫ് അങ്ങോട്ട് എടുത്ത് എഴുതാവൂ. ഇത് കംപ്ലീറ്റ് കോൺവെർസേഷനും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ABCD എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ABCD എന്ന് പറഞ്ഞ ആൻസർ മാത്രം എഴുതുക. അത് കൊടുത്തിട്ടില്ലെങ്കിൽ മാത്രമേ നിങ്ങൾ പൂർണ്ണമായിട്ട് ആ ഉത്തരം മൊത്തം ക്വസ്റ്റ്യൻ ഉള്ളതും കൂടി എടുത്ത് എഴുതാവൂ. അവിടെയും നിങ്ങൾ ആൻസർ കൃത്യമായിട്ട് അണ്ടർലൈൻ ചെയ്യണം. ഇത് SSLC പരീക്ഷ, ഇംഗ്ലീഷ് പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പരമാവധി മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില എക്സ്ട്രാ ടിപ്പുകളാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇതെല്ലാം നിങ്ങളൊന്ന് വർക്കൗട്ടാക്കി നോക്കുക. കാരണം ഒരു തരത്തിലും നമുക്ക് മാർക്ക് നഷ്ടപ്പെടാൻ കഴിയില്ല ഇംഗ്ലീഷിന്. ആ റിസ്ക്കും നമുക്ക് കഴിയില്ല. അതുകൊണ്ടാണ് ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. പരമാവധി കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. വീണ്ടും കാണാം. താങ്ക് യു.